കുക്കിംഗ് ബ്രൗൺ ബസ്മതി റൈസ്. ഇത് വെച്ചിട്ട് നമുക്കൊരു ഒരു 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 ഷെഷ്വാൻ എന്ന് പറയാൻ പറ്റില്ല, പുള്ളിയുടെ അളിയൻ ഉണ്ടാക്കിയാലോ? എന്താ അഭിപ്രായം? തന്നോടാണ് ക്യാമറമാനോടാണ് ഉണ്ടാക്കല്ലേ? അപ്പൊ അതിന് നമുക്ക് ആദ്യം കുറച്ച് സവാള വേണം, തക്കാളി വേണം, ജിഞ്ചർ പേസ്റ്റ് വേണം, ചില്ലി വേണം, ജീരകം വേണം, തൈര് വേണം. ഓക്കെ, പൊന്നും പ്ലാൻ ആക്കിക്കൊണ്ട് നേരെ ഒരു 2.5 നാഴി, ഇവിടെ അത്രയും പേരുള്ളൂ കഴിക്കാനായിട്ട്, അരി ഇട്ടതിന് ശേഷം സവാള, പച്ചമുളക്, തക്കാളി ക്യൂബ്സായിട്ട് അരിഞ്ഞു. ദെൻ ഇതെല്ലാം അരിഞ്ഞ് സെറ്റാക്കിയതിന് ശേഷം തൈരുണ്ടായിരുന്നില്ല, നമ്മൾ നേരെ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്തു. മിൽക്കി മിസ്റ്റ് വന്നു. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ പൊന്നു പോപ്കോൺ പ്രാന്തിയാണ് അവൾ. രാത്രി കഴിക്കാനായിട്ട് പോപ്കോൺ വാങ്ങിച്ചിട്ട് അത് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ പാൻ എടുക്കുക, പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക, ഗ്യാസ് കത്തിക്കാൻ മറക്കരുത്. ഗ്യാസ് കത്തിച്ചതിന് ശേഷം മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചാൽ ഉദ്ദേശമാതിരി കാര്യങ്ങൾ നടക്കുള്ളൂ. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, നേരെ ജീരകം എടുക്കണം. ജീരകം എടുത്തിട്ട്, വെളുത്ത ജീരകം കേട്ടോ, അത് കുറച്ചിട്ട് കൊടുക്കുക. കുറച്ചിട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം വെളിച്ചെണ്ണ മൂപ്പായതിന് ശേഷം ജീരകം ഇട്ട് കൊടുക്കുക. അതിനുശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇവിടെ എരിവ് അധികം ആർക്കും വേണ്ടാത്തതുകൊണ്ട് ഞാൻ 2 പച്ചമുളക് എടുത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വെളിച്ചെണ്ണയിലേക്ക് പച്ചമുളക് ഇടുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ അതിൻ്റെ അരി പൊട്ടിത്തെറിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ മുഖവും കൈയും കാലൊക്കെ ശ്രദ്ധിക്കുക. ഞാൻ ശ്രദ്ധിക്കാറില്ല, അതുകൊണ്ട് നിങ്ങളോട് പറഞ്ഞത്. ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഈ ക്യൂബ്സ് ആയിട്ടുള്ള സവാളയും തക്കാളി, ഞാനിപ്പോൾ ഇവിടെ 4 സവാളയും ചെറിയ 4 തക്കാളിയാണ് കേട്ടോ എടുത്തേക്കണത്. അപ്പോൾ അത് ഇട്ടതിന് ശേഷം ഇവിടെ ആൾക്കാർ കുറവായതുകൊണ്ട് കുറച്ച് മതി. അപ്പോൾ നമ്മൾ കുക്കിംഗ് വീഡിയോ ഉണ്ടാക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഫുഡ് വേസ്റ്റ് ആവാനും പാടില്ലല്ലോ, അപ്പോൾ അത് ശ്രദ്ധിക്കണമല്ലോ. നേരെ ഞാനിപ്പോൾ തൂവി കൊടുത്തത് എന്താണ്, ഉപ്പാണ്. കാരണം സവാള പെട്ടെന്ന് വഴറ്റാനായിട്ട് ഉപ്പ് നല്ലതാണ്. അതുകൊണ്ട് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കുക. ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ഇടയിലാണ് മുട്ട വേണമല്ലോ എന്നുള്ളൊരു തോട്ട് വന്നത്. എത്ര മുട്ട എടുക്കണം എന്നുള്ള കൺഫ്യൂഷനിൽ ഫൈനലി ഞാൻ തീരുമാനിച്ചു 3 മുട്ട എടുക്കുക എന്നുള്ളത്. 3 മുട്ട എടുത്തു. 3 മുട്ട എടുത്തതിന് ശേഷം പൊട്ടിക്കാനുള്ള പരിപാടിയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ പൂവൻ കോഴിയോടും പെടക്കോഴിയോടും അതിൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളോടും മാപ്പ് പറഞ്ഞുകൊണ്ട് തന്നെ രാത്രി ഇവിടുത്തെ ഡിന്നറിന് മുട്ട ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് നേരെ പൊട്ടിച്ചു. പ്രാക്കെത്തിട്ടാണോ എന്തോന്ന് നമ്മുടെ നൈസായിട്ട് ഒരു തോട് അതിൻ്റെ ഉള്ളിലോട്ട് വീണു. കുഴപ്പമില്ല, അതെടുത്തങ്ങ് മാറ്റിയിട്ട് രണ്ടാമത്തെ മുട്ടയും കൂടി, ഓൾറെഡി 2 മുട്ട പൊട്ടിച്ചു, ലാസ്റ്റ് വണ്ണാണ്. അത് പൊട്ടിച്ചതിന് ശേഷം പോരട്ടെ, അങ്ങോട്ട് എന്തൊരു വിഷമം. പൊട്ടിച്ചതിന് ശേഷം അടുത്ത് നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം അപ്പോഴേക്കും നമ്മുടെ തക്കാളിയും സവാളയൊക്കെ അവിടെ കിടന്ന് ക്ലിഞ്ഞോ ആവുന്നുണ്ട്. നേരെ മുളക് പൊടി ഇട്ട് കൊടുക്കുക. കുറച്ച് മതി, ഇവിടെ കുറച്ച് മതി. അവിടെ ആൾക്കാർ കൂടുന്നുണ്ട്, നിങ്ങൾ നോക്കിയിട്ട് ഉണ്ടാക്കുമ്പോൾ ആൾക്കാർ കൂടുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഇൻഗ്രീഡിയൻറ്റ് കൂടി കൊടുക്കണം കേട്ടോ. ടർമറിക്ക് അതിൻ്റെ ആവശ്യം അറിയാമല്ലോ, അത് കുറച്ച് മതി. പിന്നുള്ളത് നമുക്ക് മല്ലിപ്പൊടിയാണ് ഇടേണ്ടത്. മല്ലിപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം അതിൻ്റെ പച്ചമണം പോകുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഈ മസാലയൊക്കെ ഇടുമ്പോൾ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, അത് നന്നായിട്ട് പച്ചമണം പോകുന്ന പോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ താരമായ മിൽക്കി മിസ്റ്റ് യമ്മി തൈര് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. 3 സ്പൂൺ അങ്ങോട്ട് ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി നല്ലൊരു ജ്യൂസി, നല്ലൊരു തിക്ക് ഗ്രേവി ആവുന്ന വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ കൂടെ തൈര് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അപ്പുറത്ത് ഗ്രേവി ആയിക്കൊണ്ടിരിക്കുന്നു, ഇപ്പോഴത്തെ ഞാൻ തൈര് കഴിച്ചുകൊണ്ടിരിക്കുന്നു. വാഴ നനയുമ്പോൾ ചീര വളരുന്നു പറഞ്ഞ മാതിരി ഞാനും എൻ്റെ ഹെൽത്ത് നോക്കണമല്ലോ. അപ്പോൾ ഇങ്ങനെ തൈര് കഴിച്ച് നല്ല യമ്മിയിൽ ടേസ്റ്റ് ഇങ്ങനെ ആസ്വദിച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ മുട്ട ചിക്കാൻ മറന്നു. അപ്പോൾ നേരെ മുട്ട ചിക്കി നല്ലോണം ചിക്കി എടുത്തതിന് ശേഷം ഇതാ എത്തി നമ്മുടെ താരം. ഇവൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നത്. പൊന്നു ഭയങ്കര ഫുഡിയാണ്, പെട്ടെന്ന് സ്പോട്ട് ചെയ്യുക ആൾ. ഫുഡിൻ്റെ കളറൊക്കെ ചിലപ്പോൾ നല്ലതാണെങ്കിൽ ഇഷ്ടമായില്ലെങ്കിൽ ആശാത്തി കഴിക്കില്ല. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കി, ദൈവമേ ഡുമിൻ്റെ നെഞ്ചിടിക്കുക, ചളായോ, എക്സ്പ്രഷൻ കിട്ടുന്നില്ലല്ലോ കുട്ടി, കണ്ണൊക്കെ ബ്ലിങ്ക് ആക്കുന്നുണ്ടല്ലോ, എന്താ ഈ ദൈവമേ, പറയൂ കുട്ടി മിണ്ടുന്നില്ല. ആ ചിരി വരുന്നുണ്ട്, യമ്മി എന്ന് പറയുന്നുണ്ട്. വീഡിയോയ്ക്ക് വേണ്ടി പറഞ്ഞോണമെന്ന് ചോദിച്ചു, അല്ല നൈസാന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ നേരെ വലിയൊരു പാത്രം എടുത്ത് അതിനകത്ത് കുറച്ച് നെയ്യ് ഒഴിച്ചു കേട്ടോ. നെയ്യ് ഒഴിച്ചതിന് ശേഷം, കാരണം നമ്മൾ ഇത് മിക്സ് ചെയ്യേണ്ട റൈസ്, അപ്പോൾ ആ ചെറിയ പാത്രത്തിൽ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഈ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രേവി ഇതിനകത്തേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കാൻ പറ്റുള്ളൂ നമുക്ക്. ഈ പ്ലേറ്റിന് ഒരു കഥ ഉണ്ട് കേട്ടോ. ഈ പ്ലേറ്റിൻ്റെ ആൾ എത്തിയിട്ടില്ല, വെയിറ്റിംഗ് ആണ് ആൾക്ക് വേണ്ടിയിട്ട്. പ്ലേറ്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂലമായിട്ട് കൈ പൊള്ളി. ചോറ് നമ്മൾ ഈ ഗ്രേവിയിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നെയ്യൊക്കെ ഇട്ടിട്ട് ഗ്രേവിയൊക്കെ ഇട്ടിട്ട് അപ്പോൾ നല്ല തിക്കായിട്ട് ഇരിക്കുന്നുണ്ടാവും. എന്നിട്ട് നന്നായിട്ട് ഈ കൊത്തിപ്പൊരിച്ച് വെച്ചിരിക്കുന്ന മുട്ടയും കൂടി അതിനകത്തേക്ക് ഇടാം. അപ്പോൾ ആ മുട്ടയിലേക്കും കൂടി ആ ഗ്രേവിയുടെ ഇൻഗ്രീഡിയൻ്റ് ഇറങ്ങുമ്പോൾ നല്ല രസമായിരിക്കും. എന്നിട്ട് എല്ലാവരെയും മനസ്സിൽ ധാനിച്ചിട്ട് അങ്ങോട്ട് ഇളക്കുക. നല്ലോണം ഇളക്കി ആ ഗ്രേവിയും ചോറും മുട്ടയും എല്ലാവരും കൂടി ഒരു കുടുംബത്തിൽ ജനിച്ച മക്കളെ പോലെ ആവുന്ന വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. നല്ല ബ്രൗൺ കളർ ആവുന്ന വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ നന്നായിട്ട് ഇളക്കി നമ്മൾ ഉദ്ദേശിച്ച മാതിരി സക്സസ് എന്ന് പറയാം. ഷെഷ്വാൻ്റെ അളിയൻ ഫ്രൈഡ് റൈസ് ലാൻഡഡ് ആണ്. അങ്ങനെ നമ്മുടെ മെയിൻ കുക്കെത്തിയതിന് ശേഷം ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ആൾ ഡൗട്ട് ചോദിക്കുന്നു, ഇതെന്താ ഇങ്ങനെയെന്ന്, ഹോം മെയ്ഡാന്ന് പറഞ്ഞപ്പോൾ പൊന്നുവിൻ്റെ ആ ഡൗട്ട് മാറ്റി കൊടുത്തു. അങ്ങനെ നമ്മൾ ഫൈനലി ഇന്ന് രാത്രിയിലേക്കുള്ള ഡിന്നർ ഇവിടെ സെറ്റായിട്ടുണ്ട്. അടുത്ത കുക്കിംഗ് വീഡിയോയിൽ കാണാം. യമ്മി ഷെഷ്വാൻ്റെ അളിയൻ ഫ്രൈഡ് റൈസ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.